കോർണർ ഫുട്ബോളിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം നമ്മളെ കണ്ടന്റുമായി ബന്ധമില്ലാത്തൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളെ രാജ്യത്ത് ഇന്നലെ നമ്മളൊരു നെറ്റിലൂടെ ഒരു സംഭവം കേൾക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ നമ്മുടെ 28 സഹോദരങ്ങളാണ് ജീവൻ നഷ്ടമായത്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരുടെ ആ ഒരു വേർപാടിൽ അവരോടൊപ്പം പങ്കുചേരുന്നു. ഈ ഹീനകൃത്യം, ഈ ഭീകരാക്രമണം ആര് ചെയ്താലും അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. അത് നമ്മുടെ ആർമി നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന്. അത് നമുക്ക് നമ്മളെ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ, ഇന്നലെ ബാർസലോണ മല്ലോർക്കയെ 1-0 ലാ ലീഗിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഒരു മത്സരമാണ് ഇന്നലെ കഴിഞ്ഞത്. കാരണം 40 ഷോട്ടുകളാണ് ഇന്നലെ അടിച്ചത്. 2003-2004 ശേഷം ബാർസലോണ സ്റ്റാറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇത്രയും അധികമുള്ള ഒരു ഷോട്ട് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ 2011 റയൽ മാഡ്രിഡ് സർഗോസയ്ക്കെതിരെ നേടിയ 40 ഷോട്ടുകൾ എന്നൊരു റെക്കോർഡിനുമായിട്ടുള്ള തുല്യമായ ആ റെക്കോർഡിലായിട്ട് ഇന്നലത്തെ ആ ഒരു കളി ബാർസലോണ ആ ഷോട്ടുകൾ എത്തിയിരിക്കുകയാണ്. ഒട്ടും നിസ്സാരമായി കാണേണ്ട എതിരല്ല മല്ലോർക്ക. കാരണം ലീഗിൽ 7ാം സ്ഥാനത്താണ് അവർക്കെതിരെ ഇതിന് മാത്രമല്ല മികച്ചൊരു പ്രകടനമാണ് ഇന്നലെ ബാർസലോണ പ്ലേയേഴ്സിനിടയിൽ കാണാൻ സാധിച്ചത്. അത് തന്നെ ആശ്ചര്യപ്പെട്ടു പോയി കാണും. ഈ കളി കാണാത്തവർ എന്തായാലും ആശ്ചര്യപ്പെട്ടു പോയി കാണും. ആ സ്റ്റാറ്റിക്കൽ നോക്കുകയാണെങ്കിൽ, കാരണം 40 ഷോട്ടുകളാണ് അടിച്ചത്. അതിന് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 24 ഷോട്ടുകൾ, അതിൽ 4 ഓൺ ടാർഗറ്റുകൾ. സെക്കൻഡ് ഹാഫിൽ 16 ഷോട്ടുകൾ, 8 ഓൺ ടാർഗറ്റുകൾ. എന്റെ പോലെ ആ ഷോട്ടുകൾ, ആ ഒരു സന്ദർഭത്തിൽ ഒരു 6 ഷോട്ടോളം, അതിൽ കുറച്ച് ഷോട്ടുകൾ അവർ ബ്ലോക്ക് ചെയ്യുന്നു, 2 അവരുടെ ഗോളി റോമൻ സേവ് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷൻ തന്നെ, ആ റോമന്റെ ആ ഒരു മുഖഭാവം, ആ ചിരി കളി കണ്ട ഞാൻ സഹിതം മിക്കവാറും പേരും ഒരു ആഴ്ചത്തിൽ ചിരിച്ചു പോയി. കാരണം ലാമിൻ യമാൽ ആയിരുന്നാലും, പെഡ്രി ആയിരുന്നാലും, ഗാവി ആയിരുന്നാലും, അതുപോലെ തന്നെ ഓൾമോര് ആ ഒരു ഷോട്ടുകളാണ്, ഫോർട്ടിന്റെ ആ ഒരു ഷോട്ടുകളാണ് അവിടെ വരുന്നത്. ആ ഒരു അവസരത്തിൽ ആ ഒരു മൊമെന്റിൽ 6 ഷോട്ടുകൾ ചിരിച്ചു പോയി. ആ ഗോളി വരെ ചിരിച്ചു പോയി ആ സന്ദർഭത്തിൽ. പിന്നെ അവർ ചിരിച്ച കളി കണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കുമോ? അതൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട, എൻ്റെ മോനെ പെഡ്രി ബാർസലോണയുടെ ഒരു നദിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഒഴുക്കാണ് പെഡ്രി. കാരണം ഒരു കുളത്തിന് നമ്മൾ ഒരിക്കലും ഒരു നദിയോ ഒരു അരുവിയായിട്ട് ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം ഒഴുക്ക് അതൊരു നീളം കൂടിയ ഒരു ഇതുമായാൽ മാത്രമാണ് അതൊരു നദിയായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു നദിക്ക് ആ നീളം അത്രയും കൂടുതൽ വേണമെങ്കിൽ അവിടെ ഒരു ഒഴുക്ക് വേണം. ആ ഒരു ഒഴുക്കാണ് ബാർസലോണയ്ക്ക് പെഡ്രി. കാരണം ഇന്നലെ എൻ്റെ മോനെ ഒരു സന്ദർഭം എടുത്ത് നോക്കിയാൽ ഒരു 5-6 മല്ലോർക്ക പ്ലേയേഴ്സ് ആ മല്ലോർക്കയുടെ ആ എഡ്ജ് ബോക്സിന്റെ അവിടെ വെച്ച് പെഡ്രീനെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. പെഡ്രിയുടെ കയ്യിൽ ബാൾ കിട്ടുന്ന സന്ദർഭത്തിൽ ആ ഒരു ടൈറ്റ് ആംഗിളിന്റെ ഇടയിലും അൻസു ഫാത്തിക്ക് ഒരു സൂപ്പർബ് പാസ് നൽകുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ആ ക്വിക്ക് തിങ്കിങ്ങുകൾ, ആ ഒരു നിമിഷം അൻസു ഫാത്തിക്ക് ആ ഷോട്ട് വൈഡായി പോകുന്നുണ്ട്. നല്ലൊരു ചാൻസ് ആയിരുന്നു അത്. ആ പാസ് തലയിൽ കൈവച്ച് പോയി, മൈൻഡ് ബ്ലോയിങ് പാസ്സായിരുന്നു അത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട എന്തുമാത്രം സന്ദർഭങ്ങൾ. ഒരു ഗാർസിയയ്ക്ക് ഒരു പാസ് നൽകുന്നു. ഗാർസിയ എന്നുള്ള റൈറ്റ് ബാക്ക് ആയിട്ട് കോണ്ടേന് പകരം ഇന്നലെ ലൈനപ്പിൽ ഉണ്ടെന്ന് ആ ഒരു 80 യാർഡ് ആ ഒരു ബോക്സിന്റെ വെളിയിൽ നിന്നാണ് ആ റൈറ്റ് വിങ്ങിലോട്ട് ഒരു പാസ് നൽകുന്നുണ്ട്, ഒരു ബാള്. എൻ്റെ മോനെ, അതൊരു ഫസ്റ്റ് ടൈം അത് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ ഓൾമയ്ക്ക് ഒരു ടാപ്പിംഗ് മാത്രമേ അവിടെ വരുമായിരുന്നുള്ളൂ. അമ്മാതിരി പാസ്. അതുപോലെ പറയുകയാണെങ്കിൽ കുറെ സിറ്റുവേഷനിലുണ്ട്. ഒരു മൊമെന്റിലാണെങ്കിൽ ആക്ച്വലി ബാള് പെഡ്രി തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ബാള് ഡിഫെൻഡ് ചെയ്ത് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ഒരു പാസ് എങ്ങനെ പാസ് ചെയ്തു? അൻസു ഫാത്തിക്ക് ആ പാസ് ഇങ്ങനെ അത് റൈറ്റിലോട്ട്, അദ്ദേഹത്തിന്റെ പൊസിഷൻ പിറകാണ്. അപ്പൊ വലത് സൈഡ് റൈറ്റിലോട്ട് ഒരു പാസ് നൽകുന്നു അൻസു ഫാത്തിക്ക്. എങ്ങനെ പാസ് ചെയ്യുന്നു ഞാൻ പോലെ അന്തം വിട്ടു പോയി. അത് ലാസ്റ്റ് ഞാൻ അത് കാണുവാൻ വേണ്ടി പെഡ്രിയുടെ ആ ഒരു ഇന്നലത്തെ മല്ലോർക്ക കളിയുടെ ആ പ്രകടനം സെപ്പറേറ്റ് വരെ എടുത്ത് നോക്കുകയുണ്ട്. അമ്മാതിരി പാസ്സാണ് ഇന്നലെ പെഡ്രി പാസ് ചെയ്തത്. അതുപോലെ തന്നെ ലാമിൻ യമാലിന് ഒരു പാസ് കൊടുക്കുന്നുണ്ട്. 1-on-1 സിറ്റുവേഷൻ അവിടെ ലാമിൻ യമാലിന് വരുന്നുണ്ട്. അതെങ്ങനെ ലാമിൻ യമാൽ മിസ് ചെയ്തു? പലരും ചോദിക്കുന്നുണ്ട്. പെഡ്രിക്ക് അസിസ്റ്റ് ഇല്ല, ഗോളില്ല. ഗോളും അസിസ്റ്റുമാണ് ഒരു പ്ലെയറിനെ മുൻകൂട്ടി കാണിക്കുന്നതെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബ്രൂണോ ഫെർണാണ്ടസ് എടുത്ത് പറയേണ്ടി വരും. ബ്രൂണോ ഫെർണാണ്ടസ് ഗോളുമുണ്ട് അസിസ്റ്റുമുണ്ട്. പക്ഷെ അവരുടെ ടീം ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ 14ാം സ്ഥാനത്താണ് അവരുടെ ടീമുള്ളത്. അപ്പൊ ഒരിക്കലും ഒരു പ്ലെയറിന് ഗോളും അസിസ്റ്റ് കൊണ്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റൂല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പെഡ്രി
ഇന്നലത്തെ കളി മാൻ ഓഫ് ദ മാച്ച് ആണ് പെഡ്രിയുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100% ലോങ് ബാൾ പാസുകളും 100% ടാക്കോണുകളും അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ടാക്കിൾ ചെയ്യുന്നതിലും ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിലും ഒരുപോലെ പാസ് കംപ്ലീറ്റേഷനിൽ വരെ പെഡ്രിയാണ് മുന്നിട്ടിരുന്നത്. അമ്മാതിരി പ്രകടനം. ഇന്നലെ പെഡ്രിയെ കുറിച്ച് പറയുന്നത് മിക്കവാറും ബാർസലോണ എല്ലാ ലൈനപ്പുകളിലും പെഡ്രി സ്ഥിരം ആളാണ്. ഇന്നലെയും ഉണ്ടായി. ഇന്നലെ ബാർസലോണ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ 4-5 മാറ്റങ്ങളോടെയാണ് ഇന്നലെ ബാർസലോണ ലൈനപ്പ് വന്നിരുന്നത്. ബാക്ക് ലൈനിൽ ചെസ്നി ആയിരുന്നു, ഡിഫൻഡറായിട്ട് അവിടെ അറോജയും അതുപോലെ തന്നെ മാർട്ടീനസും, അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇന്നലെ ഫോർട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കൂണ്ടയ്ക്ക് പകരം കുറേ മത്സരങ്ങളായി ഫസ്റ്റ് ലെവൽ കൂണ്ടയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഗാർസി ആയിരുന്നു ഇന്നലെ ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗാവിയും പെഡ്രിയും അതുപോലെ തന്നെ ഓൾമയും ആയിരുന്നു. ഫോർവേഡായിട്ട് ഇന്നലെ ഫാറ്റിയും ഫെറാൻ ടോറസും അൻസു ഫാത്തിയും ഫെറാൻ ടോറസും ലാമിൻ യമാലുമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ പ്ലേയേഴ്സിന് എടുത്ത് പറയേണ്ട മിക്കവാറും പ്ലേയേഴ്സുകൾ അവര് ഈവൻ റൈറ്റ് ബാക്ക് ആയിട്ട് നിന്ന ഗാർസിയ, എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴത്തെ ബാർസലോണ ടീമിൽ ഒരു സെർജിയോ റോബർട്ടോനെ പോലെയൊക്കെ ആശാനെ നമുക്ക് ഇത് ചെയ്യാം. കാരണം മിഡ്ഫീൽഡിൽ ഒരുപോലെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് സൂപ്പർ പ്രകടനമാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഈവൻ സെന്റർ ബാക്കാണ്, നാച്ചുറൽ സെന്റർ ബാക്കാണ് ഗാർസിയ. പക്ഷെ ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ട് സൂപ്പർ ക്രോസിലാണ് നൽകിയിരുന്നത്. അത് തന്നെ ഒരു അസിസ്റ്റ് ഓൾമയ്ക്ക് നൽകുന്നുണ്ട് അവിടെ. ആ ഓൾമയുടെ ആ ഒരു ഗോളിനാണ് ബാർസലോണ വിജയിക്കുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് ഈ 40 ഷോട്ട് അടിച്ചിട്ട് ഒറ്റ ഗോളിൽ ഒതുങ്ങിപ്പോയി, അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഈവൻ ബാർസലോണയുടെ ആ ഒരു സ്റ്റാറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബാർസലോണ ആ ഒരു പ്രകടനം ഇത് മതിയാവുമോ? ഇനി അടുത്ത് വരാൻ പോകുന്നത് റയൽ മാഡ്രിഡുമായിട്ടുള്ള കോപ്പ ഡെൽ റേയുടെ ഫൈനലാണ്. അപ്പോൾ ആ ഒരു ഫൈനൽ വെച്ച് നോക്കുമ്പോൾ ഇത് മതിയാകുമോ എന്നൊരു ചോദ്യമൊക്കെ വരാം. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് ഒരു അൺലക്കി മാത്രമാണ്. ഇന്നലത്തെ ആ പെർഫോമൻസ്, ആ ഗോൾ ഇത്രയും വരാതിരുന്ന ഒരു അൺലക്കി മാത്രമായിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു നോക്കുകയാണെങ്കിൽ ഇന്നലെ അറോജയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അറോജയുടെ ഷോട്ട് അവിടെ വുഡ് വർക്ക് തട്ടി തിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അദ്ദേഹം തലയിൽ തട്ടി. കാരണം ഒരു നല്ലൊരു ചാൻസ് തന്നെ, കാരണം ഗോൾ സ്കോറിങ് ചാൻസ് തന്നെ, ഒരു മിസ് തന്നെയാണ് അത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു 41ാമത്തെ മിനിറ്റാണ് തോന്നുന്നു ഫോർട്ടിനും ലാമിൻ യമാലിനും പെഡ്രിയിലേക്ക് ആ ഷോട്ടുകൾ ഒറ്റ ആ ഒരു മൊമെന്റിൽ 6 ഷോട്ടുകൾ, അത് 4 ഷോട്ടോളം ബ്ലോക്ക് ആവുന്നുണ്ട്. 2 ഷോട്ട് മല്ലോർക്കയുടെ ഗോൾ കീപ്പർ റോമൻ സേവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചിരി, അതിനുശേഷമുള്ള ആ റോമൻ ചിരി കാണുന്നുണ്ടല്ലോ, ഞാനും ചിരിച്ചു പോയി. കാരണം എങ്ങനെ മിസ്സായിപ്പോയി, ഇത്ര ഷോട്ടുകൾ എങ്ങനെ മിസ്സായി പോയെന്ന് ആ ഒരു ചിരി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ലാമിൻ യമാൽ, ആ പെഡ്രിയുടെ എൻ്റെ മോനെ മൈൻഡ് ബ്ലോയിങ് പാസ്, ആ എങ്ങനെ മിസ് ചെയ്ത് ചേർക്കണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഗാവിയുടെ ഒരു ഷോട്ട്, എല്ലാവരും ആ സമയത്ത് ഞങ്ങൾ 10 പേരും അവിടെ വല്ലവർക്കൂടെ എല്ലാ പ്ലേയേഴ്സും അവിടെ ഡിഫൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഗാവിക്ക് ഒരു ഷോട്ട് വരുന്നുണ്ട്, ഒന്ന് ഡിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പെഡ്രിക്ക് ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ പെഡ്രിയുടെ പെർഫോമൻസ് ഇന്നലെ ഒരു വേറെ ലെവൽ. അത് എല്ലാ മാച്ച് നോക്കിയാലും പെഡ്രിക്ക് അതിൻ്റെതായ ട്രേഡ് മാർക്ക് പെർഫോമൻസ് പെഡ്രി കാണിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. കളി സ്റ്റാറ്റിക്കലായി നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ബാർസലോണ തന്നെയാണ് മികച്ചത്. കാരണം എതിരുള്ള ടീം ശക്തരായ ടീം തന്നെയാണ്, ലീഗിൽ 7ാം സ്ഥാനമാണ്. പക്ഷെ 4 ഷോട്ടുകളെന്ന് മാത്രമേ അടിച്ചിരുന്നുള്ളൂ. ഒരു ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ഒരു ഗോള് വരുന്നുണ്ട്, അവിടെ ഓഫ് സൈഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചാൻസ് മാത്രമേ അവരെ കൊണ്ട് ഇന്നലെ ചെച്ചിനിയെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നുള്ളൂ. ബാക്കിയൊന്നും അവരെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ത്രെഡ് ഇന്നലെ ഇല്ലായിരുന്നു. അപ്പൊ ഇന്നലെ ആ ഗോൾ വരുന്നത് ഗാർസിയയുടെ ആ ഒരു അസിസ്റ്റിൽ നിന്നാണ്. ഓൾമയാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ഒരു ഡിഫൻഡറെ വെട്ടിച്ചുകൊണ്ട് ഒരു സൂപ്പർബ് ഫിനിഷ്, അതൊരു നല്ലൊരു ഫിനിഷ് തന്നെയാണ്. ആ ഒരു ഗോളിലാണ് ബാർസലോണ വിജയിക്കുന്നത്. ഓൾമ കഴിഞ്ഞ കളിയിലും സ്കോർ ചെയ്തിരുന്നു, ഈ കളിയിലും ഓൾമ തന്നെയാണ് ബാർസലോണയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ഈവൻ ഒരു ടീം പെർഫോമൻസ് തന്നെയാണ് വേണം പറയാൻ. കാരണം ഒരു ശക്തരായ എതിരാളികൾക്കെതിരെ ഇതുപോലൊരു സൂപ്പർബ് പെർഫോമൻസ് അടുത്ത് വരുന്ന ആ ഒരു റയൽ മാഡ്രിഡിനെതിരെ ലൈനപ്പ് നോക്കിയാൽ മിക്ക കളിക്കാരും ലെവയ്ക്ക് പരിക്കാണെങ്കിലും 2-3 പേര് കോണ്ടായിരുന്നാലും അതുപോലെ തന്നെ റാഫിനെ റെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ടീം ഫസ്റ്റ് ലെവലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ നല്ലൊരു പെർഫോമൻസ് തന്നെ, അൺലക്കി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പെർഫോമൻസ് പേഴ്സൺ വൈസ് നോക്കുകയാണെങ്കിൽ പുതിയ ലെഫ്റ്റ് ബാക്കായിട്ട് വന്നിരുന്നത് അവിടെ ഫോർട്ടായിരുന്നു. ഫോർട്ടും പെഡ്രിയും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ സെറ്റ് ആയിരുന്നു. നല്ല രീതിക്ക് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യും. അതുപോലെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഇതും വന്നിരുന്നില്ല. പക്ഷെങ്കിലും നല്ല ക്രോസുകൾ ഫോർട്ട് തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പെഡ്രിയോടൊപ്പം ഗാവി ഇന്നലെ സൂപ്പറായിട്ട് മിഡ്ഫീൽഡിൽ നിന്നിരുന്നു. 2-3 ഷോട്ടുകൾ വരുന്നുണ്ട്.
നിർഭാഗ്യം വെച്ച ആ ഷോട്ടൊന്നും ഗോളിലേക്ക് അവസാനിച്ചില്ല. അതുപോലെ തന്നെ ഓൾമയും സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തു. പക്ഷെ ലാമിൻ യമാൽ ഇന്നലെ ഒരു അല്പം കൂടെ ബെറ്റർ ആവാമായിരുന്നു. ലാമിൻ യമാലിന്റെ ഒരു ഷോട്ട് വരുന്നുണ്ട്, അവിടെ ഒരു സേവാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ലാമിൻ യമാലിന്റെ ഒരു സൂപ്പർ ട്രൈവല പാസ് വരുന്നുണ്ട് അവിടെ. അത് എനിക്കൊന്ന് ഓൾമയാണെന്ന് ആ പാസ് സ്വീകരിക്കുന്നത്. അവിടെയും ഒരു സൂപ്പർ ചാൻസ് ആണ് വരുന്നത്, പക്ഷെ അത് ഗോൾ സ്കോർ ചെയ്യാൻ അവിടെ സാധിക്കുന്നില്ല ഓൾമയെ കൊണ്ട്. അങ്ങനെ കുറെ കളിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മിക്കവാറും സമയത്തും മല്ലോർക്കയുടെ ആ ബോക്സിൽ തന്നെയായിരുന്നു ആ ബാൾ കിടന്ന് കറങ്ങിയിരുന്നത്. പിന്നെ ഗാർസിയയുടെ ആ പെർഫോമൻസ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെ. കാരണം സെർജിയോ റോബർട്ടോ നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പം ഗാർസിയ. കാരണം മിഡ്ഫീൽഡിൽ ചില സമയത്ത് മിഡ്ഫീൽഡിലാണ് നിന്ന് കളിക്കുന്നത്, ചില സമയത്ത് സെന്റർ ബാക്കായിട്ട് കാണാം. ഇന്നലെ ഇവൻ കോണ്ടയ്ക്ക് പകരം റൈറ്റ് ബാക്കായിട്ട് ഇന്നലെ അദ്ദേഹം ഇറങ്ങിയത്. അതുപോലെ തന്നെ കുറെ ക്രോസുകൾ നൽകുന്നുണ്ട്, നല്ല രീതിയിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്, ടാക്കിൾ ചെയ്യുന്നുണ്ട്. സൂപ്പർ പെർഫോമൻസ് തന്നെയാണ് ഗാർസിയ ഇന്നലെ നേടിയത്. അതുപോലെ തന്നെ അൻസു ഫാത്തി 2024 ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പൊ അൻസു ഫാത്തി ബാർസലോണ ടീമിന്റെ ഫസ്റ്റ് 11-ൽ വരുന്നത്. അപ്പൊ അൻസു ഫാത്തി ഒരുവിധം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് വരുന്ന അവിടെ വൈഡായി പോകുന്നുണ്ട്, അല്പം കൂടെ ബെറ്റർ ആവാം. അപ്പം സ്ഥിരമായിട്ട് അദ്ദേഹം ഇറങ്ങുന്നില്ല, ഒരു പ്ലേയിങ് ടൈം കിട്ടുന്നില്ല എന്നൊരു ഇത് മാത്രമേ ഇപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കാണുവാൻ എനിക്ക് സാധിക്കുന്നത്. പക്ഷെ ഇനി സമയം കിട്ടിയെങ്കിൽ അല്പം കൂടെ ബെറ്റർ ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം അൻസു ഫാത്തിയും ഒരുവിധം നല്ല രീതിയിൽ കളിച്ചിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നിയത് ലാമിൻ യമാൽ ഒരല്പം കൂടെ ബെറ്റർ ആമായിരുന്നു, ആ ഫിനിഷിലൊക്കെ അല്പം കൂടെ ബെറ്റർ ആമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി. എങ്കിലും നല്ലൊരു വിജയം. വരുന്ന ഒരു വമ്പൻ പോരാട്ടമാണ് റയൽ മാഡ്രിഡിനെതിരെയുള്ള കോപ്പ എൽ ക്ലാസിക്കോ ഫൈനലാണ് വരാൻ പോകുന്നത്. അപ്പം അതിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വമ്പൻ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ബാർസലോണ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ 76 പോയിന്റുമായി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ്. 7 പോയിന്റ് വ്യത്യാസം റയൽ മാഡ്രിഡുമായി 7 പോയിന്റ് വ്യത്യാസത്തിലാണ് ബാർസലോണ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്. ഇന്ന് റയൽ മാഡ്രിഡ് കളിയുണ്ട്, ഗെറ്റാഫയുമായിട്ടാണ് കളി വരാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു മാച്ചാണ് ഇന്നലെ. ബാർസലോണ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഒരു അവസരങ്ങൾ മുതലാക്കാത്തതൊഴിച്ചാൽ ഒരു അൺലക്കി എന്ന രീതിക്കാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ബാർസലോണ സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചത്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി ഇന്നലെ ഇഞ്ചുറി ടൈമിൽ നൂനസിന്റെ ആ ഗോളിൽ ഇന്നലെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ 2-1 എന്ന സ്കോർ ലൈനിൽ വിജയിച്ചിരുന്നു. ആദ്യം 7ാമത്തെ മിനിറ്റിൽ ബെർണാർഡോ സിൽവയാണ് സിറ്റിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നത്. 19ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റിയിൽ റാഷ്ഫോർഡ് ആസ്റ്റൺ വില്ലയെ സമനില ഗോൾ എത്തിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കളി ഇങ്ങനെ ഒരു ഹാഫ് ചാൻസിലൂടെയും അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവസാനത്തെ നിമിഷം ഇഞ്ചുറി ടൈമിൽ നൂനസിന്റെ ഒരു ഗോളിലാണ് സിറ്റിയുടെ ആ വിജയം വരുന്നത്. പെപ്പിന്റെ ആ ഒരു സെലിബ്രേഷൻ നിന്ന് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു മത്സരങ്ങാൻ സമനിലായി പോയ ആ ടോപ്പ് 5 എന്നൊരു സ്വപ്നം അവിടെ അടുത്ത സീസണിന് വേണ്ടിയുള്ള ആ ഒരു ചാമ്പ്യൻ ലീഗിലെ ആ ഒരു സ്ഥാനം വളരെയധികം പരിങ്ങലാവുന്ന അവസ്ഥയിലേക്ക് മാറും എന്നൊരു അവസ്ഥയിൽ നിന്നാണ് ഇന്നലെ നൂനസിന്റെ ആ ഗോൾ വന്ന ആ ഒരു വിജയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നത്. അങ്ങനെ ഒരു മികച്ച മാച്ച് ഡേ ആണ് ഇന്നലെ കഴിഞ്ഞു പോയത്. ഇന്നും നമുക്ക് നല്ല മത്സരങ്ങൾ വരാനുണ്ട്. ഇന്ന് ആസ്റ്റൺ വില്ല ക്രിസ്റ്റൽ പാലസ് മത്സരമുണ്ട്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഗെറ്റാഫെ മത്സരമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. നമസ്കാരം.